ടോപ്പ് സർജറിയും ബോട്ടം സർജറിയും ഒക്കെ ചെയ്തിട്ട് പിന്നെയും തിരിച്ച് സ്വന്തം ലിംഗത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കണം എന്നുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വലിയ പ്രശ്നമാണ്. ജീവിക്കുന്ന ആൾക്കാർ, കോഴി, കക്കൂസ്, കുളിമുറി, ബക്കറ്റ്, ചണ്ടാവ്, ചെരുപ്പ്, കിണ്ണം, ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ കിടക്കുന്നുണ്ട്. ആകാശത്തെ നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ഞാൻ നാളെ മുതൽ ആകാശത്തെ നക്ഷത്രമാണ്. എനിക്ക് അതിനകത്ത് അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. എനിക്കതിനകത്ത് വളരെ വ്യക്തമായി ഞാൻ അദ്രിജ ഉരുണ്ട് കളിക്കരുത്. അല്ലല്ല, എനിക്കതിനകത്ത് ഞാൻ റോഡിൽ കൂടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, റോഡിൽ കൂടെ പട്ടിയുടെ വിട്ട് കുറച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരെ പിന്നെ എന്താ പറയേണ്ടത്? അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ താങ്കൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്റെ രാജ്യത്തെ രാഷ്ട്രപതിയെ കാണാൻ ഒരു തടസ്സവും ഇല്ല. പക്ഷെ എന്റെ മുഖ്യമന്ത്രി പോയിട്ട് റോഡിൽ കുത്തിയിരിക്കുവാണ്. പൊതുവെ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിന് എതിരെ നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങളെ കണ്ടപ്പോൾ കൊള്ളല്ലോ, നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, ബിക്കോസ് യു ആർ ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ. സുഖിച്ച കാര്യമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കാണുന്ന ട്രാൻസ്ജെൻഡർ നിങ്ങളാണ്. പിന്നെ ട്രെയിനകത്തൊക്കെ എന്ന് വെച്ചാൽ കൈയടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പല നാട്ടുകളിലും ആൾക്കാർ സമരം ചെയ്തു, എനിക്ക് പട്ടിയെ പ്രേമിക്കണം, എനിക്ക് പട്ടിയെ കല്യാണം കഴിക്കണം. അല്ല, അത് ഈ പട്ടിയെ പോലെ ജീവിക്കുന്നതും പൂച്ചയെ പോലെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും സെക്ഷുവാലിറ്റിക്കകത്ത് വരുന്നതല്ല. അവർ സമരം ചെയ്യുന്നുണ്ട്. എനിക്ക് പ്ലസിനകത്ത് അത് ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. അതെന്താ സമരം ചെയ്തോണ്ടിരിക്കുന്നത്? ഞങ്ങളെ കൂട്ടണം. അത് ഓരോ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ട് ഈ പ്ലസിനകത്ത് ഇതെല്ലാം ഈ ഭീകരന്മാരെല്ലാം ഇവര് സംഘപരിവാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം വാളെടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. സംഘപരിവാർ BJP എന്ന് പറയുമ്പോൾ മാത്രം വാതുറക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ഞാനൊരു മെയിലായിട്ട് ജനിച്ചു, എനിക്ക് എൻ്റെ ജെൻഡർ മെയിലായിട്ട് അലൈനായി പോകുന്നുണ്ടായിരുന്നില്ല. അത് മാനസികമായി എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നൊരു കാര്യമാണ്. PSCയുടെ പിൻവാതിൽ നിയമനം ആയിട്ട് ബന്ധപ്പെട്ട് മണ്ണ് വാരത്തുനിന്ന് സമരം ചെയ്തു, റോഡിൽ മുട്ടിലിഴഞ്ഞ് സമരം ചെയ്തു, ശവമഞ്ഞ ചുമന്ന് സമരം ചെയ്തു, ശയനപ്രദക്ഷിണം ചെയ്തു. ഈ പറയുന്ന സോ കോൾഡ് കൊച്ചമ്മമാരാരെങ്കിലും അവർക്ക് വേണ്ടി ഒരു വാക്ക് മിണ്ടിയോ? വേടൻ റാപ്പ് പാടുന്നുണ്ട്. ഇവൻ ഈ പറയുന്ന വിദ്യാർത്ഥികൾ, ഈ പറയുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന്റെ ഡെമോക്രസിയോടും ഈ രാജ്യത്തിന്റെ ഭരണത്തോടും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, കാഴ്ചപ്പാടിലോട്ടൊക്കെ പോവാം. ഒരു വലതുപക്ഷ രാഷ്ട്രീയ ചിന്താഗതിയും മാനസികാവസ്ഥയും ഒക്കെയാണ് ഉള്ളതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം പാറ്റ ഗുളിക, പാറ്റ ഒക്കെയാണല്ലോ. അപ്പം ഈ പാറ്റ പ്രശ്നം, അത് പാറ്റകൾ മാത്രം ഉണ്ടാക്കിയ പ്രശ്നമാണോ, അതോ പാറ്റയ്ക്ക് പുറകിൽ വേറെ ഏതെങ്കിലും ക്ഷുദ്രജീവികളുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? പാറ്റ എന്ന് പറയുന്നത് നമ്മൾ മലർത്തിയിട്ട് കഴിഞ്ഞാൽ തന്നെത്താൻ കമിഴ്ന്ന് പഴയ അവസ്ഥയിൽ ആവാൻ അറിയുന്ന ഒരു ജീവിയല്ല ഈ പാറ്റ, ഇല്ലേ? മലർത്തിയിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് പിടയുമെന്നല്ലാണ്ട് നേരെ ആവാൻ അതിന് പറ്റില്ല. ആരെങ്കിലും പോയി തിരിച്ചിടണം. സെയിം ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്, അതിന് പുറകിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതിന് പുറകിൽ ഇന്നത്തെ പകല് ഞാൻ ഉണർന്നുമ്പോൾ ആദ്യം കേൾക്കുന്ന ന്യൂസ്, ഒരു ഖാലിസ്ഥാൻ ഒരു തീവ്രവാദി ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ പരസ്യമായി പോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. CJPക്ക് വേണ്ടിയിട്ട് 20 എത്രയോ മില്യൺ, ഞാൻ സംഖ്യ പറയുന്നില്ല തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതുകൊണ്ട്, എത്രയോ മില്യൺ രൂപ ഞാൻ അവർക്ക് കൊടുക്കും, അവരെ സപ്പോർട്ട് ചെയ്യും ഫോർ ഈ ഇന്ത്യയെ ടുക്കടെ ആക്കാൻ വേണ്ടി. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഖാലിസ്ഥാൻ്റെ അത്രയും മില്യൺ പൈസ എടുക്കാൻ ഉണ്ടാവോ? വാട്ടെവർ. അദ്ദേഹം, അതായത് ഈ പറയുന്ന ഒരു വ്യക്തി, ടെററിസ്റ്റ് ഖാലിസ്ഥാൻ തീവ്രവാദിയായിട്ടുള്ള ഒരു വ്യക്തി, അതിന്റെ ഒരു ചീഫാണ്. സം റാൻഡം ഗായ്, നോട്ട് സം റാൻഡം ഗായ്, എനിക്ക് പേര് അറിയില്ല, എന്തോ ഒരു പൂനെ അങ്ങനെ എങ്ങാണ്ട്, പൂനം ഒരു സംതിങ് അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. പുള്ളി വന്ന് പരസ്യമായി പോഡ്കാസ്റ്റ് ചെയ്യാണ്, ഞാൻ ഇങ്ങനെ കൊടുക്കും, ഇന്ത്യനെ ടുക്കടെ ആക്കും, പിന്നെ ഈ ഭരണത്തെ താഴെ ഇറക്കും എന്നൊക്കെ വന്ന് പറയുമ്പോൾ നമ്മൾ ഭയക്കാണ്. ബീങ് ഒരു ഇവിടുത്തെ സിറ്റിസൺ എന്ന രീതിയിൽ എനിക്ക് പേടി തോന്നുകയാണ്, എനിക്ക് ഭയം തോന്നുകയാണ്. കാരണം ഇത്രയും വലിയൊരു ക്രൗഡിന്റെ ഇടയിൽ തീവ്രവാദികൾ ഒളിഞ്ഞിരുന്ന്, സ്ലീപ്പർ സെൽസ് ഒളിഞ്ഞിരുന്ന്, ഈ പറയുന്ന ജന്തർ മന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന പ്രൊട്ടസ്റ്റ്, അത് പാർലമെന്റിൽ മന്ദിരത്തിലേക്ക് പോകുമ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു ചാവേറായിട്ട് ഒരാള് ബോംബും കൊണ്ട് പാർലമെന്റിൽ മന്ദിരത്തിലേക്ക് ഇടിച്ചു കയറുകയാണ്, അല്ലെങ്കിൽ പോയി കയറി പൊട്ടിത്തെറിക്കുകയാണെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട്, ഞാൻ കൺസേൺഡ് ആണ്. പിന്നെ ഇപ്പൊ നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ, അതിന്റെ അക്കൗണ്ടബിലിറ്റിയാണ് പ്രധാനപ്പെട്ട വിഷയം.
ഈ കഴിഞ്ഞ സർക്കാരുകൾ ഭരിച്ചിരുന്ന സമയത്തും സമാനമായി ചോദ്യപേപ്പർ ചോർച്ച കേരളത്തിൽ SSLCയുടെ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ UDF ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. നിരന്തരം ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് 2024 ഈ ഒരു എക്സാമിനേഷൻസ് വളരെ ഫെയറായി നടക്കാനുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. പബ്ലിക് എക്സാമിനേഷൻസ് റൈറ്റ് ടു അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒരു ആക്ട് കൊണ്ടുവന്നു. ദ പബ്ലിക് എക്സാമിനേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് 2024 കൊണ്ടുവരുന്നത് ഈ ഗവൺമെന്റ് ആണ്. ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർച്ച, നീറ്റ് എക്സാമിനേഷനിലെ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായപ്പോൾ കൃത്യമായി ഈ സർക്കാർ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, രാജ്യത്തോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ CBI അന്വേഷണം ഉത്തരവിട്ടു. 13 പേര്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 13 പേരോളം ശിക്ഷിക്കപ്പെട്ടു. സുപ്രീം കോടതിയിൽ ആ കേസ് ഇപ്പം നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പം തന്നെ ആ പരീക്ഷ റദ്ദ് ചെയ്യുകയും പുനർപരീക്ഷ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ഒരു സർക്കാർ ചെയ്യേണ്ടത്, മാതൃകാപരമായ ഒരു സർക്കാർ ചെയ്യേണ്ടത്. അതുകൂടാതെ മുൻ ISRO ചെയർമാൻ രാധാകൃഷ്ണൻ സാറിനെ അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുകയും 2027 മുതൽ നീറ്റ് പരീക്ഷ മറ്റൊരു തലത്തിൽ നടക്കാൻ പോവുകയാണ്. വളരെ ഫെയറായ രീതിയിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സർക്കാർ എന്ന രീതിയിൽ ഇതിലപ്പുറത്ത് എന്താണ് ചെയ്യേണ്ടത്? അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത ഒരു വ്യക്തി, ഒരു മന്ത്രി രാജിവെക്കുകയാണോ, അതോ ആ അതിൻ്റെ പ്രശ്നത്തിൻ്റെ കോർ കണ്ടക്സ്റ്റിനെ പരിഹരിക്കുകയാണോ ചെയ്യേണ്ടത്? ഞാൻ വിശ്വസിക്കുന്നത് ആ കണ്ടക്സ്റ്റിനെ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചാൽ മറ്റൊരു വിദ്യാഭ്യാസ മന്ത്രി അവിടെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് എന്താണ് ഉറപ്പ്? സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് ഒളിച്ചോടുക എന്നുള്ളതല്ല നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത്. മറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്തു, രാജ്യത്തോട് മാപ്പ് പറഞ്ഞു, നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. ഇന്നും 13 പേരെ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ അടുത്ത വർഷം മുതൽ നീറ്റ് വേറൊരു തരത്തിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കൽ എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന്റെ ഡെമോക്രസിയോടും ഈ രാജ്യത്തിന്റെ ഭരണത്തോടും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിന് ഞങ്ങൾക്കൊരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. എന്തുകൊണ്ടാണ് ഈ ആശയത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു വിദ്യാർത്ഥി പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയുന്ന അരുന്ധതി റോയ് പ്രത്യക്ഷപ്പെടുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒമർ ഖാലിദ് എന്ന വിഘടനവാദിയുടെ പേര് അവിടെ ഉയർന്നു കേൾക്കുന്നു? ഒമർ ഖാലിദിനെ റിലീസ് ചെയ്യണം എന്ന് അവിടെ ഒരു മുദ്രാവാക്യം ഉയരുന്നു. എന്തുകൊണ്ടാണ് അവിടെ ഹിന്ദു ആചാരങ്ങളൊക്കെ അവിടെ അവഹേളിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പ്രൊട്ടസ്റ്റിനകത്ത് ഹിന്ദു ആശയങ്ങളെ അല്ലാതെ ഈ പാറ്റ എന്ന് പറയുന്ന ടീം ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് എനിക്ക് തോന്നുന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, ആം ആദ്മി പാർട്ടിക്കാർ, തീവ്രവാദികൾ, വിഘടനവാദികൾ എല്ലാവരും കൂടി പരിപോഷിപ്പിച്ചെടുത്തതാണ്. ഇല്ല, ഇപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയമാണ് തോന്നുന്നത്. കാരണം യുവാക്കള് ഒരു സമാധാനപരമായ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോലീസുകാർക്ക് നേരെ നടത്തുന്ന ക്രിമിനൽസ് ചെയ്യാത്ത തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്തത്? പോലീസുകാർ ലാത്തി ചാർജ് പ്രയോഗിച്ചു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറപ്പെട്ട പ്രവൃത്തികളാണ് അവരവിടെ ചെയ്തത്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? പോലീസിന് നേരെ കല്ലെടുത്തെറിയുന്നത്. കല്ലെടുത്തെറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കല്ലെടുത്തെറിയുന്നു എന്നുള്ളതല്ല, എന്ന് പറഞ്ഞല്ല, പാറക്കല്ലുകൾ വലിച്ചെറിയുന്നതിന് മാത്രമല്ല, ഒരു പോലീസുകാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. പോലീസുകാർ ഇവിടെ നടക്കുന്ന സാധനമല്ലേ ഇത്? ഈ പോലീസുകാർക്ക് നേരെയുള്ള ആക്രമണം പൊതുമുതൽ നശിപ്പിക്കുന്നതിലേക്ക് പോവാണ്. പോലീസുകാരുടെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുമുതലാണ്. ഒരു പെട്രോൾ പമ്പ് എന്ത് പിഴച്ചു? ഒരു പെട്രോൾ പമ്പിനെ ആക്രമിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിന്, നമ്മുടെ രാജ്യത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹൈഡ്രജൻ ട്രെയിന് മോദിയുടെ പൈസയ്ക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പൈസയ്ക്കോ ആരുടെ പൈസയ്ക്കോ ഉണ്ടാക്കിയതല്ല. നമ്മുടെ കാശ്, നമ്മുടെ പൈസയാണ്, നമ്മുടെ ടാക്സ് ആണ്. അതിനെ കല്ലെടുത്തെറിഞ്ഞ് നശിപ്പിക്കുകയാണ്. അങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് പ്രൊട്ടസ്റ്റ്, സമാധാനപരമായ പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ അതിന്റെ ഇടയിലുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഭയ തോന്നുന്നത്. കഴിഞ്ഞ ദിവസം നോക്കുമ്പോഴത്തേക്കും വാളും പരിചയം തോക്കുമായിട്ട് ഒരു കൂട്ടം ആൾക്കാര്. അപ്പൊ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ വാളും തോക്കും ആയുധങ്ങളും ഒക്കെ കിട്ടുന്നത്? അല്ല, അത് ലീഗലാണ്. കാര്യം സിഖുകാർക്ക് അതിനകത്ത് ഖാൽസ എന്ന് പറയുന്ന സെപ്പറേറ്റ്
സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഐ വാസ് ഇൻ പഞ്ചാബ് ഫോർ എ ഫ്യൂ മന്ത്സ് ആൻഡ് ഇയേഴ്സ്. അവിടെ ഈ സിഖുകാർക്ക് വാളും കോടാലിയും തോക്കും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടു നടക്കാനുള്ള നിയമപരിരക്ഷ ഇന്ത്യ അതൊക്കെ പാർലമെന്റ് മന്ദിരം ഇരിക്കുന്ന ഡൽഹി പോലെ ഒരു വളരെ വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇവര് വെടിവെക്കുക, ആകാശത്തോട്ട് വെടിവെക്കുകയാണ്. ഞാൻ ആ ഒരു വീഡിയോ കണ്ടു. ആകാശത്തേക്ക് വെടിവെക്കുകയാണ്. പാർലമെന്റ് മന്ദിരത്തിന് മുമ്പ് വെടിവെക്കുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പാർലമെന്റ് മന്ദിരം, രാഷ്ട്രപതി മന്ദിരം, പ്രൈം മിനിസ്റ്റർ ഇരിക്കുന്ന സ്ഥലം, ഇവിടത്തേക്കുള്ള എൻട്രി പോലും പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ ജന്തർ മന്ദിറിൽ നടത്തുന്ന പ്രൊട്ടസ്റ്റ്, സമരം, നിരാഹാരം, ആത്മഹത്യ നമുക്ക് പോട്ടെ മാറ്റിവെക്കാം. ബാക്കി നിങ്ങൾ നടത്തുന്ന കലാപരിപാടികളൊക്കെ നമുക്ക് ജനാധിപത്യപരമായി അത് അംഗീകരിക്കപ്പെടേണ്ട സാധനം. പക്ഷേ ഇത്തരത്തിലൊക്കെ സ്ഥലത്തൊക്കെ പ്രൊട്ടസ്റ്റിനെ അംഗീകരിക്കുന്നു. അംഗീകരിക്കണം. എല്ലാ ആൾക്കാർക്കും സിഖുകാരുടെ കയ്യിൽ നിന്ന് ഒരു തോക്ക് ഈ ആരെങ്കിലും മേടിച്ച് പോലീസുകാരെ വെടിവെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം. സിഖുകാർ തന്നെ വെടിവെക്കാം. അവര് ഖാലിസ്ഥാനി അല്ലെ സിഖുകാരല്ലേ, ഗുരു സിഖ് എന്ന് പറയുന്ന വിഭാഗം, അവരുടെ കയ്യിൽ വലിയ വലിയ മൂർച്ചയുള്ള മാരകായുധങ്ങൾ തന്നെയുണ്ട്. ആയുധങ്ങളൊക്കെ എന്തിനാണ് ഈ കുട്ടികളുടെ പ്രൊട്ടസ്റ്റിനിടയില്, വിദ്യാർത്ഥികളുടെ പ്രൊട്ടസ്റ്റിനിടയില്? ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, FCRA ബില്ല്, അതിനകത്ത് കുറെ NGOs ഇങ്ങനെ പൈസ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്ന ടീംസ് ഉണ്ട്. അവർ ഇതിനകത്തുണ്ട്. പഴയ കർഷക സമരക്കാർ, അവരാണ് ഇതിനകത്തുണ്ട്. BJP കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ, കമ്മ്യൂണിസം ആസ് ഇറ്റ് ഇസ് ടെററിസം, ആൻഡ് BJP കോൺഗ്രസ്, ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് ടണി സാധനത്തെ പിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ജന്തർ മന്ദിറിൽ നടക്കുന്ന സാധനം ജന്തർ മന്ദിറിലാണ് നടക്കേണ്ടത്, അല്ലാതെ പാർലമെന്റിലല്ല നടക്കുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം, വളരെ തമാശയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, MP-മാര്, എന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്റെ രാജ്യത്തെ രാഷ്ട്രപതിയെ കാണാൻ ഒരു തടസ്സവും ഇല്ല. പക്ഷെ എന്റെ മുഖ്യമന്ത്രി പോയിട്ട് റോഡിൽ കുത്തിയിരിക്കുവാണ് മണ്ടനെ പോലെ. എനിക്ക് അപമാനം തോന്നുന്നതാണ്. എന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോയിട്ട് റോഡിൽ ഒരു മണ്ടനെ പോലെ കുത്തിയിരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ എല്ലാ പ്രോട്ടോകോളും ഉള്ള, എല്ലാ അവകാശവും ഉള്ള. ഇനി ഈ MP-മാര്, ഇവർക്ക് പ്രധാനമന്ത്രി ആയാലും വിദ്യാഭ്യാസ മന്ത്രി ആയാലും ഇവരെയൊക്കെ കാണാനും സംസാരിക്കാനും എല്ലാ റൈറ്റ്സും ഉള്ള ഒരു വ്യക്തി, ആൾക്കാർ പോയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീട് കയ്യേറുകയാണ്, വീട്ടിലേക്ക് പ്രകടനം നടത്തുക. അത് അങ്ങനെ പറയരുത്. കാര്യം എന്ന് വെച്ചാൽ അത് ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. അത് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്സ് അല്ല. ഇത് വളരെ വ്യക്തമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീട് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധം നടത്തുക എന്നതുകൊണ്ട് ഇവർ മാതൃക കാണിച്ചു കൊടുക്കുന്നത് എന്താണോ നേപ്പാളിൽ നടന്നത്, എന്താണോ ശ്രീലങ്കയിൽ നടന്നത്, അതിന് സമാനമായി രാജ്യത്തെ നേതാവിന്റെ വീട് ആക്രമിക്കുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ വീട് ആക്രമിച്ച് തീയിടുന്ന തലത്തിലേക്ക് ഈ യുവാക്കളെ വഴിതെറ്റിച്ച് വിടുക, ഈ യുവാക്കളുടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിട്ട് അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിൽ നിന്ന് കുറേ സോക്കോൾഡ് കൊച്ചമ്മമാരും കൊച്ചപ്പന്മാരും ഈ പറഞ്ഞ പോലെ ഡൽഹിയിലും പോയി പിന്നെ ഇവിടെയൊക്കെ സമരങ്ങൾ നടത്തുന്നുണ്ട്. എന്റെ സഹോദരങ്ങള് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നില് PSC നിയമനവുമായി ബന്ധപ്പെട്ട് PSC തൊഴിൽ നിഷേധിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് PSCയുടെ പിൻവാതിൽ നിയമനം ആയിട്ട് ബന്ധപ്പെട്ട് മണ്ണ് വാരത്തുനിന്ന് സമരം ചെയ്തു. റോഡിൽ മുട്ടിലിഴഞ്ഞ് സമരം ചെയ്തു. ശവമഞ്ഞ ചുമന്ന് സമരം ചെയ്തു. ശയനപ്രദക്ഷിണം ചെയ്തു. ഈ പറയുന്ന സോക്കോൾഡ് കൊച്ചമ്മമാരാരെങ്കിലും അവർക്ക് വേണ്ടി ഒരു വാക്ക് മിണ്ടിയോ? വേടൻ റാപ്പ് പാടുന്നുണ്ട്. ഇവൻ ഈ പറയുന്ന വിദ്യാർത്ഥികൾ, ഈ പറയുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ടൊവിനോ തോമസ് സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ട് വലിയ പോസ്റ്റ് പങ്കുവെക്കുകയാണ്. മിണ്ടിയിട്ടുണ്ടോ ഇവർക്ക് വേണ്ടിയിട്ട്? നമ്മുടെ അമ്മമാര് പോലെയുള്ള അമ്മമാര്, ഈ ആശാവർക്കർമാരായ അമ്മമാര് ഇവിടെ നിന്ന് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ് സമരം ചെയ്തു. അവര് മുടിമുറിച്ച് സമരം ചെയ്തു. അവരോട് ഒരു ഭരണകൂടവും ചെയ്യാൻ പാടില്ലാത്ത അത്രയും നികൃഷ്ടമായ നടപടികൾ ഈ കഴിഞ്ഞ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ചെയ്തു. ആരെങ്കിലും മിണ്ടിയോ? എന്നറിയോ, ഇവർക്ക് വളരെ വ്യക്തമായ രാഷ്ട്രീയ മുതലെടുപ്പുണ്ട്. ഇവർ സംഘപരിവാർ എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം വാളെടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. സംഘപരിവാർ BJP എന്ന് പറയുമ്പോൾ മാത്രം വാതുറക്കുന്ന കുറെ ടീംസ് ഉണ്ട്. അതുകൊണ്ടല്ല, ബേസിക്കലി കേരളത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ BJP സംഘപരിവാര വിരുദ്ധത പറഞ്ഞാലേ അതുകൊണ്ടാണ് എക്സിസ്റ്റൻസ് ക്രൈസിസ് ആണ്. അതായത് നമ്മള് ഫണ്ടിങ് എന്ന് പറയും, നമ്മള് വിദേശ ഫണ്ടിങ് ആണ് ഇവരുടെ പുറകിൽ നമ്മൾ പറയുമ്പോൾ. ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ കാശ് നേടുന്നത് മാത്രമല്ല ഫണ്ടിങ്, അവാർഡുകൾ ഫണ്ടിങ് ആണ്, ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിങ് ആണ്, ഈ സർക്കാർ പരിപാടികളിൽ ഒരു കസേര ഫണ്ടിങ് ആണ്.
ഇതൊക്കെ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ ഫണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അവാർഡ് കിട്ടുന്നതും ഫണ്ടിങ് തന്നെയാണ്. അതെല്ലാ മേഖലയിലും ഇല്ലേ? കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ ഇല്ലേ? കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോഴേ ഈ പറയുന്ന പോലെ ഈ സമരം സ്വന്തം നാട്ടിൽ സ്വന്തം ജനം യുവാക്കള് കിടന്ന് സമരം ചെയ്തിട്ട് മൂടി കെട്ടി ഇരുന്നിട്ട് അവിടെ പോയി നടത്താണ്. അവിടെ വേറെ പൊളിറ്റിക്സ് നടക്കാണ്. അവിടെ വേറെ പൊളിറ്റിക്സ് ആണ് നടക്കുന്നത്, ഭയങ്കര പൊളിറ്റിക്സ്. അതായത് ലഡാക്കിലൂടെ ചൈന ഇന്ത്യയിലേക്ക് പ്രവേശിച്ചാൽ ഞങ്ങള് ചൈനക്കാർക്ക് വഴി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ സമരം ചെയ്യുന്നിടത്ത് പോയിട്ട് രാജ്യവിരുദ്ധമായ നിലപാടുകൾ പറയുന്ന ഒരു വേദിയിൽ പോയിട്ടാണ് ഇവര് സപ്പോർട്ട് കൊടുക്കുന്നത്. അതെന്നെ കൺസേൺ ചെയ്യിക്കുന്നുണ്ട്, അതെന്നെ പേടിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാം. ബേസിക്കലി ഇതൊരു നീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനമല്ല. ബേസിക്കലി കോൺഗ്രസ് ഭരിക്കുന്ന സമയം മുതലേ നീറ്റിനകത്ത് അഴിമതികളും ധാരാളം നടക്കുന്നുണ്ട്. പരീക്ഷ. കാര്യം എന്താ വെച്ചാൽ ഇവിടെ കേരളത്തിലുള്ള എനിക്കറിയാം, ബിക്കോസ് ഞാനൊരു മെഡിക്കൽ ഫീൽഡിലും കൂടെ ഉള്ള ഒരാളാണ്, ഒരു പാറലായിട്ട്. അപ്പോൾ അതുകൊണ്ട് വടക്കേ കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് മെഡിക്കൽ കോഴ്സുകൾ യൂണിവേഴ്സിറ്റി എക്സാം വേറെ ആളെ വെച്ചിട്ട് നമുക്ക് എഴുതിക്കാം, നഴ്സിംഗ് ചെയ്യിപ്പിക്കാം. എൻ്റെ സിസ്റ്റർ ഷി വാസ് എ BSc നഴ്സിംഗ് ഗ്രാജുവേറ്റാണ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കൊലീഗ്സ് ആയിരുന്ന ആൾക്കാരൊക്കെ MSc നഴ്സുമാർക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ MSc നഴ്സിംഗ് ആൾക്കാർ അവരൊക്കെ പുറത്ത് പഠിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പരീക്ഷ എഴുതി കൊടുക്കും. 10 11 വർഷം മുമ്പാണ് ഒരു പേപ്പർ 2500 രൂപ വെച്ച് കിട്ടുമായിരുന്നു. ഇത് നടക്കുന്നൊരു കാര്യമാണ്. MBBS പേപ്പർ എഴുതി കൊടുക്കും. പല മെഡിക്കൽ കോളേജുകളിലും തങ്ങൾ പോലും കാണാൻ പറ്റാത്ത കണ്ടിട്ടില്ലാത്ത പോലും കാൻഡിഡേറ്റ്സുകൾ വന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, FMEG എന്ന് പറയുന്ന സാധനം. അതിന് നമ്മൾ 25-50 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻറോൾ ചെയ്തിട്ട് ആ പേപ്പറൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പാസ്സാക്കി തരും. 25, 50, 1 കോടി രൂപ ഇങ്ങനെ ഫീസുണ്ട്. നീറ്റ് ഇപ്പം ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നതിൻ്റെ ഭാഗമായിട്ട് അത് കുറച്ച് മാറ്റി വെച്ചിരിക്കുക. ഇത് വർഷങ്ങളായി നടക്കുന്നൊരു സാധനമാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇവർ പുറത്തേക്ക് ഇറക്കും. ഇത് ഗവൺമെൻറ് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വളരെ വലിയൊരു ലോബി നടപ്പുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റും അറിയാം, സംസ്ഥാന സർക്കാരിനും ഒക്കെ തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. ഇത് മെഡിക്കൽ ഫീൽഡിൽ എൻട്രൻസ് ചെയ്യുന്ന പിള്ളേർക്കും ഒക്കെ അറിയാം. ഈ ചോദ്യപേപ്പറൊക്കെ ചോർന്നെന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ്. ഇത് BJPയുടെ മാത്രം പ്രശ്നമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നീറ്റ് എൻട്രൻസിന് എന്തിനു പറയും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ. പോസ്റ്റ് പെയ്ഡ് ആഡ് റൺ ചെയ്തിട്ടുണ്ട്, അറിയാമോ? നീറ്റിനകത്ത് ക്രമക്കേട് നടത്തി തരാം, പൈസ തന്നാമെന്ന് പറയുന്നുണ്ട്. ഐ ഹാവ് ദ സ്ക്രീൻഷോട്ട്. പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. അത് നോർത്ത് ഇന്ത്യ കിടക്കുന്നവൻ ഇവിടെ അത് വ്യാജമാണെങ്കിലും അല്ലെങ്കിലും ഇത് നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നീറ്റിന് മാത്രമല്ല MBBS എക്സാം എഴുതി കൊടുക്കും, നിങ്ങളുടെ PG അഡ്മിഷൻ എടുത്തു കൊടുക്കും. ഈ കേരളത്തിൽ അതിനുള്ള ടീം സ്ലീപ്പർ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലുള്ള കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉള്ള മെഡിക്കൽ എൻട്രൻസിൻ്റെ മെഡിക്കൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. ഇവരുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ ആൾക്കാർക്കും അറിയും ഇന്ന ആൾക്കാരാണ് തരുന്നത്, ഇന്ന ആൾക്കാർ ഞങ്ങൾ ഇത്ര ആൾക്കാരെ കേരളത്തിലേക്ക് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വരെ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നറിയാം. ഇറ്റ് ഈസ് യൂഷ്വലി ഹാപ്പനിങ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുതൽ മെനിയാന്ന് വരെ നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റ് കാരണം ചിലപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരിക്കും. അതിന് തലേ ദിവസം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. മനസ്സിലാവുന്നുണ്ട്? അത് നോർത്ത് ഇന്ത്യയിൽ എന്ത് സാധനം കാശ് കൊടുത്താൽ അച്ഛനെയും അമ്മയും പെങ്ങളെയും എല്ലാ സാധനത്തിനും കിട്ടും. അങ്ങനൊരു നാടാണ് വടനാടെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി എല്ലാ ആൾക്കാരും ഒരു പ്രധാന സംശയമാണ്, എൻ്റെ ഒരു പേഴ്സണൽ സംശയമൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഒരു ക്വാളിഫൈഡ് ആയിരിക്കുന്ന ഒരാളെ നമുക്ക് കിട്ടിയപ്പം അവരുടെ ചോദിക്കാം എന്ന് വിചാരിക്കും. അപ്പോൾ അത് നമ്മുടെ ജെൻഡർ, സെക്ഷ്വാലിറ്റി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അതാണ് നിങ്ങളോട് പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാനും മനസ്സിലാക്കാനും ഉള്ളത്. നമുക്കൊരു മീഡിയ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കാം. ഒന്നാമത് ഗേ ആയിരിക്കുക, ബൈസെക്ഷൽ ആയിരിക്കുക, ട്രാൻസ് പേഴ്സൺ ആയിരിക്കുക, ഇതൊക്കെ ഒരു കാലഘട്ടം വരെയും മാനസിക പ്രശ്നങ്ങളായിരുന്നു മെഡിക്കൽ സയൻസിൻ്റെ സെൻസിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രപരമായിരിക്കുന്ന കാര്യത്തിൽ കുറേ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് പുറമേ പല സമരങ്ങളിലൂടെയൊക്കെ വന്നിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി DSM
DSM എന്ന് പറയുന്നതാണ് അമേരിക്കൻ സൈക്കാട്രിക് കൗൺസിലിൻ്റെ ഓതറൈസ്ഡ് ആയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്. ഇതിനകത്ത് 1970 കാലഘട്ടങ്ങളിലൊക്കെ ഇത് ഒരു സോഷ്യോളജിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വ്യക്തിത്വ വൈകല്യമായിട്ടാണ് വെച്ചത്. അതായത് നമ്മുടെ ഈ ഒരു NPD ഒക്കെ പോലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ പോലെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് വെച്ച് ഇതിപ്പം ആൾക്കാരൊക്കെ അംഗീകരിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഈ ഒരു മാറ്റം താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എൻ്റെ ഒരു ചരിത്രം വല്ലതും? അതായത് ബേസിക്കായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഇത്തരം ലിംഗലൈംഗിക വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമായിട്ടായിരുന്നു ഒരു കാലഘട്ടം വരെ കണ്ടുകൊണ്ടിരുന്നത്. അവിടുന്ന് ആദ്യമായിട്ട് WHO-ന്റെ ICD അതായത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്ന് പറയുന്ന അതിനകത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11th റിവിഷൻ or 8th റിവിഷൻ അതിനകത്താണ് ആദ്യമായിട്ട് ഇതൊരു മാനസിക വൈകല്യമല്ല അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല, നമുക്കതൊരു രോഗത്തിൻ്റെ, അതായത് രോഗം ക്ലാസിഫൈ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ രോഗത്തിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല, ഇറ്റ്സ് നോട്ട് എ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് WHO ആണ് അത് പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ DSM-ന്റെ കാര്യം. DSM-ഇനകത്ത് ഈ പറയുന്ന പോലെ മെൻ്റൽ, ഈ പറഞ്ഞ സൈക്കോളജി ബിഹേവിയറൽ ഡിസോർഡർ അല്ല, ബിഹേവിയറൽ പ്രശ്നമല്ല, അതിനൊരു മാനസികാരോഗ്യ പ്രശ്നമല്ല, ഇറ്റ്സ് എ നോർമൽ തിങ് എന്നുള്ള രീതിയിലും, പിന്നെ അതിനകത്ത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ ആരോഗ്യം, ഇപ്പോൾ WPATH എന്നൊക്കെ പറയും. WPATH എന്ന് പറയുന്നത് അതായത് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ രോഗനിർണയം, അവരുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ DSM-നകത്താണ്. നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ട് ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് നോർമലൈസ് ചെയ്യാനോ, നമ്മൾ നോർമലൈസിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ വാക്കുകൾ ഇതിനകത്ത് കൊടുക്കുമ്പോഴാണ് ഇതിനകത്ത് പ്രശ്നം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു മനുഷ്യൻ 3 സെക്സുകളിലായിട്ടാണ് ജനിക്കുന്നത്: മെയിൽ, ഫീമെയിൽ, ഇന്റർസെക്സ്. പുരുഷൻ, സ്ത്രീ, ഇന്റർസെക്സ്. ഈ 3 രീതിയിലാണ് ഒരു മനുഷ്യൻ സ്വാഭാവികമായി ജനിക്കുക. അതിനെയാണ് സെക്സ് എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് വേറൊരു രീതിയിലുള്ളൊരു ജനനമില്ല. മനുഷ്യൻ ഈതർ ഫീമെയിലായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ മെയിലായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റർസെക്സ് വ്യക്തിയായിട്ട് ജനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അഡോളസൻസ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. അത് നമ്മൾ ഒരു ഘട്ടം വരെ ജീവിച്ചിരുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിയൊരു മാറ്റം സംഭവിക്കുന്ന ആ ഒരു പ്രായത്തിലാണ്. നമ്മളെല്ലാവരും ഗോ ത്രൂ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ശാരീരികമായ മാറ്റങ്ങളുണ്ടാവും, മാനസികമായ മാറ്റങ്ങളുണ്ടാവും, വൈകാരികമായ മാറ്റങ്ങളുണ്ടാവും. അത് 3 വാക്കുകളാണ്. അതായത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ. ഈ 3 രീതിയിൽ നമ്മൾ മൊത്തത്തിൽ മാറുകയാണ്. ഈ അഡോളസൻസ് പീരീഡിൽ നമുക്കുണ്ടാവുന്ന മെൻ്റൽ, ഫിസിക്കൽ, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഫോം ആവുന്നതാണ് ഈ ജെൻഡർ എന്ന് പറയുന്നത്. ആ ഘട്ടത്തിൽ ജനിച്ച സെക്സിൽ തന്നെ നിലനിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഫീമെയിൽ ആയിട്ട് ജനിച്ചു, ഫീമെയിലായിട്ട് തന്നെ ജീവിക്കുന്നു, ഓർ മെയിലായിട്ട് ജനിച്ചു, മെയിലായി ജീവിക്കുന്നു. നമ്മൾ അവരെ സിസ് ജെൻഡർ വ്യക്തികളെന്ന് പറയും. അവർക്ക് അവരുടെ ജെൻഡറും സെക്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. അറ്റ് ദ സെയിം ടൈം ചില വ്യക്തികൾക്ക് ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. അത് ഹോർമോണലാവാം, ചിലപ്പോൾ ഫിസിക്കലാവാം, ചിലപ്പോൾ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാവാം. അവർക്ക് അവരുടെ ജനിച്ച ജെൻഡർ, ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഞാനൊരു മെയിലായിട്ട് ജനിച്ചു, എനിക്ക് എൻ്റെ ജെൻഡർ മെയിലായിട്ട് അലൈനായി പോകുന്നുണ്ടായിരുന്നില്ല. അത് മാനസികമായി എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നൊരു കാര്യമാണ്. അതിനെ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും. ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ്. അതായത് ജെൻഡറുമായി, അതായത് ജനിച്ച സെക്സുമായി ചേർന്ന് പോകാത്ത അവസ്ഥ എന്നുള്ള ഒരു പേരാണ്. അത് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് കേൾക്കുമ്പോൾ ഇനി അടുത്തൊരു വലിയ അസുഖമായിട്ടൊന്നും വിചാരിക്കേണ്ട. ജെൻഡർ ഡിസ്ഫോറിയ, ഈ ജെൻഡർ കൺഫ്യൂഷൻ ഇതിനകത്ത് പെടുമല്ലോ. ജെൻഡർ കോൺഗ്രുവൻസ് എന്ന് പറയുന്നതും ഒക്കെ ഇത് തന്നെയാണ്. അതായത് ജെൻഡർ, നമ്മൾ ജനിച്ച സെക്സും ജെൻഡറും തമ്മിൽ അലൈനായി പോവാത്ത അവസ്ഥേനെയാണ് ആ ഒരു പേര് പറയുന്നത്. എനിക്കും ടീനേജ് ടൈമിലത്തേക്ക് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. കാര്യം ഐ ഡോണ്ട് ഹാവ് എനി സെക്ഷൽ ഫീലിങ്സ് ടുവേർഡ്സ് എനി വൺ. ആരോടും പ്രത്യേകിച്ച് വലിയ ലൈംഗിക വികാരങ്ങളൊന്നുമില്ല. പ്രേമിക്കണമെന്നോ സ്നേഹിക്കണമെന്നോ ഒന്നുമില്ല. ഓൾവേസ് റീഡിങ് ആൻഡ് ഡിസ്കഷൻ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-30 വയസ്സൊക്കെ ആയപ്പോഴാണ് ആ സ്നേഹിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നൽ പോലും. അതിനെ അസെക്ഷൽ എന്നാണ് പറയുന്നത്. ഒരാൾക്ക് അത് സെക്ഷുവാലിറ്റീസ് ഫ്ലൂയിഡ് ആണ്. അത് നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പം ജെൻഡർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഈ ജനിച്ച സെക്സും ജെൻഡറും നമ്മൾ അഡോളസൻസ് ആവുന്ന സമയത്ത് അലൈനായി വരാത്ത, അതിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന അവസ്ഥയിലാണ് നമ്മൾ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയായിട്ട്
അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഈ കോൺഫ്ലിക്റ്റുള്ള എല്ലാ വ്യക്തികളും ട്രാൻസ്ജെൻഡർ വ്യക്തികളായിട്ട് കമ്മൗട്ട് ആവണമെന്നില്ല. ചിലർ അങ്ങനെ തന്നെ ജീവിക്കുന്നുണ്ടാവും, ചിലർ ആ ഒരു സഫറിങ്സിൽ കൂടിയിട്ട് ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവും, ചിലർ അവർ ഓവർകം ചെയ്ത് വരുന്നുണ്ടാവും, വന്നവരുണ്ടാവും. ചിലരിൽ തന്നെ ട്രാൻസ്ജെൻഡറായി കമ്മൗട്ടായി വന്നതിന് ശേഷം കൃത്യമായ ഒരു പഠനമോ കൃത്യമായ ഒരു സെൽഫ് അവലോകനമോ അവയർനെസ്സോ ഇല്ലാത്ത കാരണം കൊണ്ട് ട്രാൻസ്വുമനായിട്ട് കമ്മൗട്ടായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്മെനായിട്ട് കമ്മൗട്ടായിട്ട് തിരിച്ചുപോയ ആൾക്കാരുണ്ട്. ഇനി കമ്മൗട്ടായി വന്നതിന് ശേഷം മാനസികമായിട്ടുള്ള ഡിപ്രഷനിൽ വേണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം മിക്സ്ഡ് ആണ്. അത് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, പ്രത്യേകിച്ച് ഈ അമെൻമെന്റ് ബില്ല് വന്നതിന് ശേഷം ഈ അമെൻമെന്റ് ബില്ലിനകത്ത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്ത ഘട്ടത്തിൽ എല്ലാവരും എതിർത്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് അത് വേണം. കാരണം ഞാൻ മനസ്സിലാക്കി ഇടപെട്ട് വേണേ, ഞാൻ പറയും വളരെ സ്ട്രോങ് ആയിട്ട് ഈ സൈക്കാട്രിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ സർജൻ്റെയും ഒക്കെ തന്നെ ഒരു പേപ്പർ വേണം. കാര്യം എനിക്ക് തോന്നുന്നത് ഈ ട്രാൻസ്ജെൻഡർ ബില്ല് വളരെ സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ് ഗെയ്സ് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ടോപ്പ് സർജറിയും ബോട്ടം സർജറിയും ഒക്കെ ചെയ്തിട്ട് പിന്നെയും തിരിച്ച് സ്വന്തം ലിംഗത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആൾക്കാരുണ്ട്. അവർക്ക് വലിയ പ്രശ്നമാണ്. കുറേ ആൾക്കാർ സഫറിംഗിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഒരു ട്രാൻസ്വുമനായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്മെനായിട്ടോ കമ്മൗട്ട് ആവണം എന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് അതിനൊരു സൈക്കാട്രിസ്റ്റിന്റെ സഹായം തേടുന്നതിന് ഒരു പ്രശ്നമില്ല. അതൊരു മാനസിക പ്രശ്നമുള്ളവരല്ല സൈക്കാട്രിസ്റ്റ് തേടുന്നതിനകത്ത് പ്രശ്നമില്ല എന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും ചെയ്യണം. അത് ഒരാളെ മാത്രം ചെയ്താൽ പോരാ, പല ആൾക്കാരെ കാണാൻ. അപ്പം ഒരു സൈക്കാട്രിസ്റ്റിനെ കറക്റ്റ് ആവണമെന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജറി എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പല സൈക്കാട്രിസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്നെ നമ്മൾ സെൽഫായിട്ട് ഇപ്പൊ എനിക്കൊരു സൈക്കാട്രിസ്റ്റിന്റെ സഹായം ഒന്നും വേണ്ടി വന്നില്ല എന്നെ മനസ്സിലാക്കാൻ. അത് ഇറ്റ്സ് ബിക്കോസ് ഞാൻ മെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, വളരെ മെന്റലി വളരെ അവെയർ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കൊരു സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യം വന്നില്ല. എനിക്ക് ഹോർമോൺ തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം. മാത്രമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മേഖലയല്ല. മനുഷ്യന്റെ ശരീരത്തിലെ ഹോർമോണുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് ഇത് എൻഡോക്രൈനോളജിസ്റ്റും എൻഡോക്രൈനോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാന്നുള്ളത് ഡിഫറെന്റ്. HRT-യിലേക്കൊക്കെ പോകുമ്പോഴാണ്. അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരു ട്രാൻസ്വുമനായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഹോർമോൺ തെറാപ്പി എടുക്കുന്നതിന്റെ കാര്യമല്ല പറയണത്, എടുക്കുന്നതിന് മുമ്പായിട്ട് പോകുന്ന കാര്യം. മനുഷ്യന്റെ മനസ്സാണ്. ഇപ്പം നമ്മുടെ മനസ്സ് എത്രത്തോളം മാറുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയിട്ട് ഈ ജെൻഡർ ഡിസ്ഫോറിയ അല്ലെ ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് അതൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന സാധനം. ഇതൊക്കെ നമ്മളെ അടിക്കാൻ ആൾ വരും, അത് വേറെ കാര്യം. നമ്മളെ അടിക്കാനും വരേണ്ട ആവശ്യമൊന്നുമില്ല. ജെൻഡർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആണ്. ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഫ്ലൂയിഡ് ആണ്, ചിലപ്പോൾ മാറാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അവിടെയാണ് ഈ സൈക്കാട്രിസ്റ്റിന്റെ ഒരു സഹായം തേടണം എന്ന് ഞാൻ പറയുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജെൻഡറിൽ ഒരു ഇൻകോൺഗ്രുവൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സെക്സും ജെൻഡറും തമ്മിൽ പൊരുത്തമില്ലായ്മ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അവെയർ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ സൈക്കാട്രിസ്റ്റ്. അതൊരു മാനസിക പ്രശ്നം ആയതുകൊണ്ടല്ല പറയുന്നത്. അത് കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ ബേസിക് തിങ്. കാരണം ഒരുപാട് പേര് തിരിച്ചു പോകുന്നുണ്ട്, ഒരുപാട് പേര് സർജറി ചെയ്ത് ബുദ്ധിമുട്ടിൽ വേണ്ട എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുണ്ട്. സോ അത് വേറെ കാര്യം. അവിടെ നിൽക്കട്ടെ, ആ ടോക്ക് അവിടെ നിൽക്കട്ടെ. എനിവേ, നമ്മൾ ട്രാൻസ്വുമനായിട്ട് കമ്മൗട്ടായി വരുന്നു. അതാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യമാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓറിയന്റേഷനാണ്. അതായത് നമുക്ക് ആരോട് എങ്ങനെ സെക്സ് അല്ലെങ്കിൽ അട്രാക്ഷൻ, സെക്സ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അട്രാക്ഷൻ എന്ന വേർഡ് ഉപയോഗിക്കാം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പുരുഷനോടാണോ അട്രാക്ഷൻ തോന്നുന്നത്, സ്ത്രീയോടാണോ അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ പുരുഷനോടും സ്ത്രീയോടും അട്രാക്ഷൻ തോന്നുന്നുണ്ടോ? ഇത് മാനുഷികമാണ്. നമ്മളെല്ലാവരിലും ഇല്ലേ? നമ്മളെല്ലാവരും സ്വയം ചിന്തിച്ചാൽ മതി. സെക്ഷുവാലിറ്റീസ് നമുക്കില്ലേ? നമുക്ക് പുരുഷനോട് അട്രാക്ഷൻ തോന്നുകയോ, സ്ത്രീയോട് അല്ലെങ്കിൽ പുരുഷനോടും സ്ത്രീയോടും അട്രാക്ഷൻ തോന്നുന്ന അവസ്ഥ, അല്ലെങ്കിൽ പുരുഷനോടും സ്ത്രീയോടും ട്രാൻസ്ജെൻഡർ വ്യക്തിയോടും അട്രാക്ഷൻ തോന്നുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഇല്ല, ഞാനതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഇനി നമുക്ക് സെക്ഷുവലി അട്രാക്ഷൻ, മാനസികമായ അടുപ്പമുള്ളവരോട് മാത്രം, അതിനെ ഡെമി സെക്ഷുവൽ എന്ന് പറയുന്നത്. നമുക്ക് റാൻഡം ആയിട്ട് ഒരാളുടെ കൂടെ പറ്റില്ല. ഇവൻ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോട് നമുക്ക് തോന്നുന്നുണ്ടാവില്ല, അട്രാക്ഷൻ തോന്നുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുള്ള മനുഷ്യരുണ്ട്. ഇനി നമുക്ക്
നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ സെക്ഷൽ അട്രാക്ഷൻസോ ഇല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അട്രാക്ഷൻസും ആരോടും തോന്നാണ്ട് സെൽഫ് ലവ് എന്ന് പറയുന്ന നേരത്തിൽ അതിനെ അസെക്ഷൽസ് എന്ന് പറയും. സോ ഇറ്റ്സ് ഡിഫറെന്റ്. അതിന് സെക്ഷൽ ഓറിയന്റേഷൻ ആണ്. അതിന് ഓറിയന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് നമുക്ക് നമ്മുടെ ആ ഒരു അട്രാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം സെക്സ് ജെൻഡർ സെക്ഷുവാലിറ്റി ഇത് മൂന്നും ഡിഫറെന്റ് ആണ്. ഇത് തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാവണോ നമുക്ക് ഒരു തരത്തിലും ആർക്കും വാശി പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുരുഷനോട് അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ മറ്റൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയോട് തന്നെ അട്രാക്ഷൻ തോന്നാണ്ടിരിക്കാം, അസെക്ഷലായിട്ടിരിക്കാം. അതൊക്കെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മൂന്നും സെക്സ് ജെൻഡർ സെക്ഷുവാലിറ്റി മൂന്നാണ്. വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രൂട്ട്സ് ബാഖേമാന്റെ ബയോളജിക്കൽ എക്സ്യൂബറൻസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഈ ബുക്കിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന വ്യത്യാസങ്ങൾ മൃഗങ്ങളിലും പക്ഷികളിലും മരങ്ങളിലും പോലും ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് വളരെ വ്യക്തമായ പഠനം നടത്തി ഈ ബുക്കിനകത്ത് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ എന്ന് പറയാൻ നമുക്ക് എന്താ, നമ്മളെല്ലാവരെയും മൊത്തത്തിൽ മനുഷ്യരായി പരിഗണിച്ചാൽ മതി. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ നമ്മൾ മുഴുവനായി മനുഷ്യരായി എന്ന് തന്നെ പരിഗണിച്ചാൽ മതി. ഇതിനകത്ത് അവരുടെ സെക്ഷുവാലിറ്റി എന്താണ്, അവരുടെ സെക്സ് എന്താണ്, ജെൻഡർ എന്താണ്, അവരുടെ ഓറിയന്റേഷൻ എന്താണ്, നമ്മൾ ഇതൊന്നും നോക്കിയാൽ ഇപ്പം ഞാൻ താങ്കളോട് സംസാരിക്കുന്നത്, താങ്കൾ എന്നോട് സംസാരിക്കുന്നത്, ഇവിടുത്തെ ക്രൂവിനോട് ഞാൻ സംസാരിക്കുന്ന ഒന്നും അതിനെ ബേസ് ചെയ്തിട്ടല്ല. സോ നമ്മളെല്ലാവരെയും ഒരു മനുഷ്യരായി പരിഗണിക്കുകയും മനുഷ്യരായി പരസ്പരം മനസ്സിലാക്കുകയും ചെയ്താൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനപ്പുറത്തുള്ളതാണ് ഈ പറയുന്ന ടേംസ് എന്ന് പറയുന്നത്, പേരുകൾ, കുറെ ഇംഗ്ലീഷ് പേരുകൾ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി ഹ്യൂമൻ, മനുഷ്യരാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ ഇടപെട്ട കാര്യത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഒരുപാട് ഈ സാധനത്തിൻ്റെ ഒന്നും പേരെടുത്ത് ജെൻഡറാണോ ഓറിയൻറ്റേഷൻ വാട്ട് എവർ ഇറ്റ് വുഡ് ബി, ഐ ഹാവ് നോ ഐഡിയ. ഐ ആം വാട്ട് അഭിജിത്ത്, മൈ നെയിം ഈസ് അഭിജിത്ത് ഭാരതി. അഭിജിത്ത് ഭാരതി ഈസ് ഈക്വൽ ടു, ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു സാധനം സാപ്പിയോ സെക്ഷൽ പ്ലസ് ഡെമി സെക്ഷൽ പ്ലസ് പിന്നെ വേറെ എന്താ സാധനം മോണോഗമസ് പ്ലസ് എസെക്ഷൽ, ഇങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ. അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ എല്ലാ ആൾക്കാരും ഒന്നും എനിക്ക് അട്രാക്ഷനോ സ്നേഹവും തോന്നില്ല. പിന്നെ അട്രാക്ഷൻ്റെ ഒരു കാര്യം താങ്കൾ പറഞ്ഞിരിക്കുന്നത്, അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ താങ്കൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു അടുപ്പം, അത്രയും. ഈ അടുപ്പം സെക്ഷൽ അട്രാക്ഷനോ റൊമാൻറ്റിക് അട്രാക്ഷനോ ഒന്നും അല്ല പറയാം, അടുപ്പം അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി, കൊള്ളാം, ഇതാണ് ഈ അടുപ്പം എന്ന് പറയുന്നതിനകത്ത് തന്നെ നമുക്ക് അമ്മയോട് നമുക്ക് അടുപ്പം തോന്നുന്നുണ്ടല്ലേ? അതെ, ഡിഫറെന്റ് അടുപ്പം, അതൊരു ബേസിക് തിങ് ആണ്. എന്നെ സംബന്ധിച്ച് അതൊരു അട്രാക്ഷൻ ആണ്, കൈൻഡ് ഓഫ് അട്രാക്ഷൻ ആണ്. അച്ഛനോട് തോന്നുന്ന അട്രാക്ഷൻ, സിബ്ലിങ്സിനോട് തോന്നുന്ന അട്രാക്ഷൻ, ആ അട്രാക്ഷൻ ആണോ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനോട് അല്ലെങ്കിൽ നമ്മുടെ സെയിം സെക്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണറായിട്ട് കാണുമ്പോൾ നമ്മൾ ആ തോന്നുന്ന അട്രാക്ഷൻ സെയിം ആണോ? ഞാൻ എൻ്റെ കാര്യം പറയാം, മറ്റുള്ളവരെ എനിക്കരുത്. ഞാൻ റോഡിൽ കൂടി ഇങ്ങനെ പോകാമെന്ന് വെച്ചോ, അപ്പം ബിക്കോസ് ഐ ലവ് പ്ലാന്റ്സ്, ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റോട്ടിൽ കൂടി ഇങ്ങനെ ഒരു നല്ലൊരു പൂ വരച്ച് കൊള്ളാമല്ലോ, ഒരു റോസ പൂവൊക്കെ പിടിച്ചിട്ട് കൊള്ളാം, അതിൻ്റെ കമ്പൊന്നും അടിച്ചാൽ കൊള്ളാമല്ലോ, അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് ചെടിയൊക്കെ ചോദിക്കും, അത് കൊള്ളാമല്ലോ സാധനങ്ങളൊക്കെ ചോദിക്കും. ഒരു നല്ലൊരു അമ്മൂമ്മ റോഡിൽ കൂടെ പോകുമ്പം കൊള്ളാമല്ലോ എന്ന് തോന്നും. ഒരു നല്ലൊരു, പൊതുവേ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ നോക്കിയിട്ടില്ല, അപ്പം നിങ്ങളെ കണ്ടപ്പോൾ കൊള്ളാമല്ലോ, നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, ബിക്കോസ് യു ആർ ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ. സുഖിച്ച കാര്യമില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കാണുന്ന ട്രാൻസ്ജെൻഡർ നിങ്ങളാണ്. പിന്നെ ട്രെയിനകത്തൊക്കെ എന്ന് വെച്ചാൽ കൈയടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെ കണ്ടപ്പോൾ ഓക്കെ ഫൈൻ. ഇപ്പം നല്ലൊരു ആൺകുട്ടി റോഡിൽ കൂടെ പോവാണ്, ഞങ്ങൾ ആൺപിള്ളേർ ഒരാണിനെ കണ്ട് ഞാൻ ആദ്യം നോക്കേണ്ടത് മുടിയായിരിക്കും, തല നിറച്ച് മുടിയുണ്ടല്ലോ എന്ന് ചോദിക്കും. പിന്നെ ഡ്രസ്സ്, ആ ഫിറ്റ്നസ്, ഇതൊക്കെയാണ് തോന്നുന്നത്. ഇതെന്താണെന്നറിയോ, നമ്മൾ വളരെ ഇങ്ങനെ പറഞ്ഞു തീർന്നില്ല, അല്ല ഞാൻ പറയട്ടെ, പറഞ്ഞു തീർന്നില്ല. ഈ പൂവിനോടും പട്ടികളോടും ഇല്ലെങ്കിൽ പൂച്ചയോടും ഇതിനോടൊക്കെ നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത് പോലെയാണോ നമുക്ക് നമ്മുടെ ഒരു പാർട്ട്ണറോട് തോന്നുന്ന അട്രാക്ഷൻ? എനിക്ക് പാർട്ണർ ഇല്ലാത്തതുകൊണ്ട് അറിയില്ല, അത് വേറെ കാര്യം. എല്ലാവർക്കും പാർട്ണർ ഉണ്ടായിട്ടല്ലോ സംസാരിക്കുന്നത് ആണ്. അതായത് നമുക്ക് ഒരാളോട്, ഇപ്പം ഒരു വ്യക്തിയോട് ഇപ്പം നമുക്ക് നമ്മുടെ അമ്മയോട് അട്രാക്ഷൻ ഉണ്ട്, അച്ഛനോട് അട്രാക്ഷൻ, ഇവരോടൊക്കെ ഉള്ളത് അട്രാക്ഷൻ തന്നെയാണ്. പക്ഷെ അതുപോലെയല്ല നമുക്ക് ഒരു പ്രണയിക്കാൻ തോന്നുന്ന ഒരാളോട് തോന്നുന്ന മനുഷ്യനോട് നമുക്ക് ഒരാളോട് പ്രണയിക്കാൻ തോന്നും. മനുഷ്യനെയല്ലേ പ്രണയിക്കാൻ പറ്റുള്ളൂ, മൃഗങ്ങളെ പ്രണയിക്കുമ്പോ അല്ല എന്താ അതുകൊണ്ട് ഇതിനകത്ത് പ്ലസിനകത്ത് മൃഗങ്ങളെ പ്രേമിക്കുന്നവരുണ്ടല്ലോ. ഇല്ല, അത് സെക്ഷുവാലിറ്റിക്കകത്തോ ജെൻഡറിനകത്തോ പല നാട്ടുകളിലും ആൾക്കാർ സമരം ചെയ്ത് എനിക്ക് പട്ടിയെ പ്രേമിക്കണം, എനിക്ക് പട്ടിയെ കല്യാണം കഴിക്കണം. അല്ല, അത് ഈ പട്ടിയെ പോലെ ജീവിക്കുന്നതും പൂച്ചയെ പോലെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും സെക്ഷുവാലിറ്റിക്കകത്ത് വരുന്നില്ല. അത് അവർ സമരം ചെയ്യുന്നുണ്ട്. എനിക്ക് ഇറ്റ്സ് എ വെരി പ്ലസിനകത്ത് അത് ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ഇല്ല, അതെന്താ സമരം ചെയ്തോണ്ടിരിക്കുന്നത്, ഞങ്ങളെ കൂട്ടണം. അത് ഓരോ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചിട്ട് ഈ പ്ലസിനകത്ത് ഇതല്ല, ഈ ഭീകരന്മാരെല്ലാം ഈ ഒരു മനുഷ്യൻ പുരുഷനായി ഒരു പട്ടിയായി ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ പട്ടിയായി ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ. എനിക്ക് അതിന്റെ പേര് മറന്നു. ജീനോ ജെൻഡർ
പേര് പഠിച്ചു വെച്ചോ. എന്തോ സീനോ ജെൻഡർ. സീനോ ജെൻഡർ. സീനോ ജെൻഡർ, ജെൻഡറിനകത്ത് പെട്ട സാധനമാണ്. ഞാൻ അതിനെ കുറിച്ച് ഒരു പഠനം നടത്തി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തു. LGBTQIA+-നകത്ത് സീനോ ജെൻഡർ ഉണ്ട്. അല്ല, അതായത് സെക്ഷുവാലിറ്റിക്കകത്ത് ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല. ജെൻഡറിനകത്തുണ്ട്. സീനോ ജെൻഡർ LGBTQIA+ എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ദാറ്റ് ഒരാൾ ആ പട്ടിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു, പട്ടിയുടെ വേഷം ധരിച്ച് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവരുടെ സെക്ഷുവാലിറ്റി ഗേ ആവണമെന്നോ, കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ കൂടെ ജീവിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളുണ്ട്. അയാൾ പട്ടിയായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, പട്ടിയുടെ ഗെറ്റപ്പിലാണ് അയാൾ ജീവിക്കുന്നത്, പട്ടീനെ പോലെ നടക്കും, കുരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഡിഫറെന്റ് കൾച്ചറാണ്. കൾച്ചറാണോ മാനസിക രോഗമാണോ? അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് വിചാരിക്കാം. മാനസിക പ്രശ്നമായിട്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത്? എനിക്ക് അതിനകത്ത് അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. എനിക്കതിനകത്ത് വളരെ വ്യക്തമായി ഞാൻ അദ്രിജ ഉരുണ്ട് കളിക്കരുത്. അല്ലല്ല, എനിക്കതിനകത്ത് ഞാൻ റോഡിൽ കൂടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, റോഡിൽ കൂടെ പട്ടിയുടെ കൂട്ട് കുറച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരെ പിന്നെ എന്താ പറയേണ്ടത്? റോഡിൽ കൂടെ പട്ടിയുടെ കൂട്ട് ഒരാൾ കുറച്ച് നടക്കും. പട്ടിയുടെ കൂട്ട് കുറച്ചുകൊണ്ട് കിടക്കില്ല, യവൻ വാല് വരെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ചെവി നീട്ടി കുറിപ്പിച്ചിട്ടുണ്ട്, പല്ല് കൂർത്ത് വെച്ചിട്ടുണ്ട്, പല്ല് കൂർപ്പിക്കട്ടെ. എന്നിട്ട് അയാള് പട്ടിയാണെന്ന് പറഞ്ഞ് കുറച്ച് റോഡിൽ കൂടിയിട്ട് നടന്നു പോവാണ്. ആസ് ലോങ് എസ് അയാൾ എന്നെ ഉപദ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവരെ അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള ആരെ ഉപദ്രവിക്കുന്നില്ലാത്തടത്തോളം കാലം അവൻ പട്ടിയെ പോലെ കുറച്ച് നടക്കട്ടെ, പൊക്കോ. ഇതിനകത്തൊരു പ്രശ്നം കൂടി ഉണ്ട്. പൊക്കോന്ന് പറയുന്നത് സോഷ്യൽ നോംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയിട്ടാണെന്നല്ലേ പറഞ്ഞത്? ഒരു രാജ്യം ഈ റോഡിൽ കൂടെ വാലും വെച്ച് ചെവിയും കുറിപ്പിച്ച് പട്ടിയുടെ ഔട്ട്ഫിറ്റ് വിട്ട് റോഡിൽ കൂടെ കുറച്ചുകൊണ്ട് കിടക്കുന്നവന് ഒരു രാജ്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു രാജ്യം, അല്ലെങ്കിൽ ഒരു ഭരണകൂടം, അല്ലെങ്കിൽ ഒരു നേതൃത്വം എങ്ങനെയാണ് ഇവനെ ഐഡന്റിഫൈ ചെയ്യണം? എങ്ങനെയാണ് ഐഡന്റിഫൈ മനുഷ്യനായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് വെച്ചാൽ അതിനൊരു നിയമം ഉണ്ടാവുമല്ലോ. എന്ത് മനുഷ്യന് അങ്ങനെ ഇതിനൊക്കെ അങ്ങനെ ജീവിക്കാൻ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണെന്ന് ആരും വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഇപ്പം അയാൾ അങ്ങനെ ജീവിക്കുന്നതിന് നിയമപരമായിട്ട് തെറ്റാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരാൾ പട്ടിയുടെ ഗെറ്റപ്പിൽ നടക്കാൻ നിയമപരമായി തെറ്റാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം, അയാളെ കൊണ്ടുപോയി ജയിലിലിടണം, അയാൾക്കുള്ള ശിക്ഷ കൊടുക്കണം. അങ്ങനെ നിയമപരമായി പ്രശ്നമില്ല. അയാൾക്ക് അയാളുടെ ഭരണഘടനാപരമായ അവകാശമാണ് അങ്ങനെ നടക്കുക എന്നുള്ളത്. അയാൾ നടക്കും. അയാൾ എന്നെയോ എൻ്റെ കൂടെയുള്ളവരെയോ അല്ലെങ്കിൽ പൊതുജനങ്ങളെയോ ഉപദ്രവിക്കാത്തടത്തോളം അങ്ങനെ അയാൾ നടക്കട്ടെ. അയാൾ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ എന്ത് വേണമെങ്കിലും നടക്കട്ടെ, നടക്കട്ടെ. കാല് കഴിക്കാൻ എഴുന്നേറ്റ് പോവുമായിരിക്കും. അല്ലാണ്ട് അതിനകത്ത് ഇപ്പം എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അഭിപ്രായം ഇതാണ്: എൻ്റെ രാജ്യത്തെ നിയമത്തെ ബാധിക്കാത്തടത്തോളം കാലം, എൻ്റെ രാജ്യത്തെ മനുഷ്യരെ ബാധിക്കാത്തടത്തോളം കാലം, എൻ്റെ രാജ്യത്തെ മനുഷ്യരുടെ സ്വത്തിനെ ജീവനും സ്വത്തിനെയും ബാധിക്കാത്തടത്തോളം കാലം അവൻ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ എന്തുമായിട്ടോ നടന്നോണ്ട് പോട്ടെ. അത്രേ ഉള്ളൂ. എൻ്റെ ടേക്ക് ആ വിഷയത്തിൽ അതാണ്. പക്ഷേ ഈ ഇത്തരം ജീവിക്കുന്ന രീതിനെ അത് ഇറ്റ്സ് എ ഡിഫറെന്റ് കൾച്ചർ എന്നാ പറയണത്. അത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ, കൾച്ചർ എന്നോ നിങ്ങൾക്ക് മാനസിക പ്രശ്നമെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാനും അത് മാനസികമായിട്ട് അവർ ഓക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ ഇതൊന്നും എനിക്കും അങ്ങനത്തെ വിചാരമൊന്നുമില്ല. ഞാനും പറയും വട്ടാണെന്ന് തന്നെ ഞാനും പറയും. അത് എന്റെ കാഴ്ചപ്പാട്. എല്ലാവരും പറയും അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ അതൊരിക്കലും LGBTQIA+-നകത്ത് പെടുന്നില്ല. LGBTQIA+-നകത്ത് സീനോ ജെൻഡർ പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് യു ക്യാൻ ആസ്ക് ടു ദ ChatGPT, Gemini and Grok, whatever it would be. അവർ പറയുന്നതുണ്ടെന്ന്. ശരി, ഞാൻ പ്ലസിനകത്തുണ്ട്. ആയിക്കോട്ടെ. കാര്യം ഇതിനെപ്പറ്റി കുറെ നാളുകൊണ്ട് തപ്പിക്കൊണ്ട് കാര്യം നോക്കുമ്പോൾ അമേരിക്കയിൽ കൂടെ എടുത്ത റോഡിൽ കൂടെ പട്ടിയുടെ ഔട്ട്ഫിറ്റ് വിട്ട് വാലും വെച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പട്ടി, കേൾക്കേണ്ട ഒരു കാര്യം, പട്ടി, പൂച്ച, കോഴി, കക്കൂസ്, കുളിമുറി, ബക്കറ്റ്, ചണ്ടാവ്, ചെരുപ്പ്, കിണ്ണം, ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ കിടക്കുന്നുണ്ട്. ആകാശത്തെ നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് എടുത്ത് നടക്കുന്നുണ്ട്. ഞാൻ നാളെ മുതൽ ആകാശത്തെ നക്ഷത്രമാണ്, എനിക്ക് വാലുള്ള വാൽ നക്ഷത്രമാണ്, എൻ്റെ ജെൻഡർ വാൽ നക്ഷത്രമാണ്. ഗവൺമെന്റ് ഈ വാൽ നക്ഷത്രം എന്നിട്ട് പറയാണ് നാളെ എനിക്ക് ചന്ദ്രനിൽ പോകണം, എൻ്റെ സ്ഥലം ഇവിടെ അല്ല, എന്നെ അവിടേക്ക് പറഞ്ഞു വിടണം. ഗവൺമെന്റ് എന്തോ ചെയ്യും? ഗവൺമെന്റ് എന്ത് ചെയ്യാൻ? ഈ ഭ്രാന്തുകൾക്ക് എന്ത് ചെയ്യും? ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഉടുത്ത ഭ്രാന്തിന് ഉടുക്കാത്ത ഭ്രാന്ത് ചികിത്സ. ഈ മാതിരി പരിപാടിയാണ് കാണിക്കുന്നത്. അദ്രിജ പണിക്കരുമായിട്ടുള്ള ചൂടേറിയ സംവാദം ഇവിടെ തീരുന്നില്ല. സ്റ്റേ ട്യൂൺഡ്.